ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് BJP സുരേന്ദ്രൻ വോട്ട് ചെയ്തു. BJP കാൻഡിഡേറ്റാണ് സുരേന്ദ്രൻ. സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ വോട്ട് ചോദിക്കുന്നത്. സ്ഥാനാർത്ഥിയാണ്. ഞാൻ വോട്ട് ഫോട്ടോ എടുത്തിട്ടോ. BJP സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻ. വോട്ടുണ്ട അതെടുത്തോളൂ. സ്ഥാനാർത്ഥിയാണ്. ഞാനിവിടുത്തെ BJP സ്ഥാനാർത്ഥിയാണ്. കാൻഡിഡേറ്റാണ്. വോട്ട് ചോദിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇവിടുത്തെ അങ്ങോട്ട് കയറാം. പുള്ളിയാണ് കയറി ഇല്ല 8 പേർ കയറാം. 8 പേർ
ശതമാനത്തിലധികം ഉള്ള മണ്ഡലത്തിൽ മത്സരിച്ച MP ആയ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ആദ്യമായി ഒരു പട്ടികവർഗ വനിത രാഷ്ട്രപതി ആവുമ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിച്ചത്? സ്വന്തം മണ്ഡലമായിട്ടുള്ള വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 20% പട്ടികവർഗ വോട്ടർമാരുള്ളപ്പോൾ അവരുടെ വലിയ പിന്തുണയോടുകൂടി അധികാരത്തിൽ ജയിച്ച ലോക്സഭാംഗമായ രാഹുൽ ഗാന്ധി ഒരു പട്ടികവർഗ വനിതയ്ക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയാവാനുള്ള അവസരം ആദ്യമായി ലഭിച്ചപ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അതിനെതിരായ നിലപാട് സ്വീകരിച്ചു? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അതിനെതിരായി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു? എന്തുകൊണ്ടാണ് ഒരു പട്ടികവർഗക്കാരി ഇന്ത്യയുടെ രാഷ്ട്രപതിയാവുന്നതിൽ രാഹുൽ ഗാന്ധി എതിർപ്പ് പ്രകടിപ്പിച്ചു? രാഷ്ട്രപതി ആയതിനു ശേഷം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും നിരവധി തവണ അവരെ പരിഹസിച്ചു. നമ്മുടെ ആദരണീയ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിനെ പരിഹസിച്ചു, ആക്ഷേപിച്ചു, കളിയാക്കി, സാമൂഹ്യ മാധ്യമങ്ങളിലും കൂടെ കളിയാക്കി, നേരിട്ട് പരിഹസിച്ചു. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മണ്ഡലത്തിലെ 1/5 വരുന്ന വോട്ടർമാരോട് ഏത് തരത്തിലുള്ള നിലപാടാണുള്ളത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. പട്ടികവർഗക്കാർ 20% വരുന്ന 1/5 വരുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അവരുടെ പിന്തുണയോടുകൂടി ജയിച്ചുപോയ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രപതിയായിട്ട്, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായിട്ടുള്ള രാഷ്ട്രപതിയായിട്ടൊരു പട്ടികവർഗ വനിത വരുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്കെതിരായ നിലപാട് സ്വീകരിച്ചത്? ഇത് വയനാട്ടിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. മറ്റൊരു കാര്യം എനിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ളത്, രാഹുൽ ഗാന്ധി എപ്പോഴും സെക്യുലറിസത്തെ കുറിച്ച് ധാരാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആളാണ്. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 6 ലക്ഷത്തോളം രാമഭക്തന്മാരുണ്ട്. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 6 ലക്ഷത്തിലധികം രാമഭക്തന്മാരുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീതാ ലവകുശ ക്ഷേത്രം, ശ്രീരാമന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സീതാ ലവകുശ ക്ഷേത്രമുള്ള സ്ഥലം ഈ വയനാട് പാർലമെന്റ് മണ്ഡലം. രാമായണത്തിലുടനീളം അദ്ദേഹത്തിന്റെ വനയാത്രയിൽ വയനാടിനെ പരാമർശിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. അത്രമാത്രം രാമനും രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് വയനാട്. രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏപ്രിൽ 26 മുമ്പ് അയോധ്യ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അയോധ്യയിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പവിത്രമായ ഭവ്യമായിട്ടുള്ള ഒരു രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. അങ്ങയുടെ മതേതരത്വം വൺ സൈഡഡ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ തയ്യാറാവാത്തത്? എല്ലാ ക്ഷേത്രങ്ങളിലും പോയി വലിയ ഭസ്മക്കുറിയിടുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അയോധ്യയിൽ ക്ഷേത്രം ഇതുവരെ സന്ദർശിക്കാൻ തയ്യാറാവാത്തത്? രാഹുൽ ഗാന്ധി ഏപ്രിൽ 26 കഴിഞ്ഞാൽ അയോധ്യയിൽ പോകുമെന്ന് ഞങ്ങൾക്കറിയാം. വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അയോധ്യയിൽ പോകും. പക്ഷെ വയനാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അയോധ്യയിൽ സന്ദർശനം നടത്താനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്കുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷ നിലപാട് വൺ സൈഡഡ് ആണ്, ഒരു വശത്ത് മാത്രമുള്ളതാണ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാമാണ് രാഹുൽ ഗാന്ധിയുടെ ഇവിടുത്തെ പ്രചാരകന്മാർ. മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെ സമസ്തയുടെയൊക്കെ ആളായിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോധ്യയെക്കുറിച്ച് മിണ്ടാത്തത്, അയോധ്യയിൽ ക്ഷേത്ര ദർശനം നടത്താത്തത്. രാഹുൽ ഗാന്ധി ഉജ്ജയിനിൽ പോകുന്നു, കാളഹസ്തിയിൽ പോകുന്നു, രാഹുൽ ഗാന്ധി പല ക്ഷേത്രങ്ങളിലും പോകുന്നു. ഞാൻ വളരെ എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ആളാണെന്ന് പറയുന്നു, ഞാനൊരു ഭക്തനാണെന്ന് പറയുന്നു. ചിലയിടത്ത് പറയുന്നു ഞാനൊരു ശിവഭക്തനാണെന്ന് പറയുന്നു, ചിലയിടത്ത് പറയുന്നു ഞാനൊരു ദേവി ഭക്തനാണെന്ന് പറയുന്നു. അപ്പൊ ഭക്തനാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അയോധ്യയിൽ മാത്രം പോവാത്തത്? മുസ്ലിം ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമിയെ, പോപ്പുലർ ഫ്രണ്ടിനെ, അതുപോലെ തന്നെ സമസ്തയെയൊക്കെ പേടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പോവാത്തത്. രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷ നിലപാട് എന്ന് പറയുന്നത് തികച്ചും ഏകപക്ഷീയമായിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് ധാരാളം സെക്കുലറിസത്തെക്കുറിച്ച് അങ്ങ് സംസാരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് അങ്ങ് ഇവിടെ വന്ന് പറയരുതെന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം, മൂന്നാമത്തെ ഒരു ചോദ്യം എനിക്കുണ്ട്. ഇന്നലെ വലിയ റാലി ദില്ലിയിൽ നടത്തി കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരായിട്ട്. കേജ്രിവാളിനെതിരായിട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ കള്ളക്കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്.
കേരളത്തിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള അന്വേഷണം കേരളത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണത്തിലും രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇത് തന്നെയാണോ? മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള ഇ ഡി അന്വേഷണത്തിൽ സംയുക്തമായൊരു റാലി നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാവുമോ? ദില്ലിയിലൊരു നയം, കേരളത്തിൽ വേറൊരു നയം എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം ജനങ്ങൾക്ക് നൽകിയാൽ നല്ലതായിരുന്നു. അദ്ദേഹം മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ ചോദ്യങ്ങൾ വയനാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ വയനാട്ടുകാർക്ക് ഇന്ന് ചോദിക്കാനുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ പട്ടികവർഗ വിഭാഗക്കാരോടുള്ള, ആദിവാസികളോടുള്ള നിലപാട്. 2, രാമഭക്തന്മാരോടുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാട്. 3, അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട്. ഈ 3 ചോദ്യങ്ങൾ വയനാട്ടുകാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ കണക്കാക്കുന്നു. 4-ാം തീയതി രാവിലെ 10 മണിക്ക് ഞാൻ നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. ശ്രീമതി സ്മൃതി ഇറാനി, അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ, അമേഠിയിൽ വലിയ വികസനം കൊണ്ടുവന്ന ശ്രീമതി സ്മൃതി ഇറാനി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് കരുവന്നൂരിൽ മാത്രമല്ല, ഇത്തരം രഹസ്യ അക്കൗണ്ടുകൾ എല്ലാ ജില്ലകളിലുണ്ട്. നോട്ട് നിരോധനം വന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരുവിലിറങ്ങി സമരം ചെയ്തത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് പാർട്ടി സമാഹരിച്ചു വെച്ച കള്ളപ്പണമെല്ലാം സഹകരണ ബാങ്കുകളിൽ പല അക്കൗണ്ടുകളിലായിട്ട് അവർ നിക്ഷേപിച്ചിരിക്കുകയാണ്. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നു എന്ന് പറഞ്ഞ് രാജ്ഭവൻ മാർച്ച് നടത്തിയത് ഇതിനു വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഈ കരുവന്നൂരിലെ അഴിമതി അന്വേഷിച്ച സന്ദർഭത്തിലാണ് 5 ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ ഡിക്ക് മനസ്സിലായത്. എല്ലാ ജില്ലകളിലും ഇക്കാര്യങ്ങൾ അന്വേഷിച്ചാൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ സഹകരണ ബാങ്കുകളിൽ CPM-നുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണം മുഴുവൻ വീണ്ടെടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് അത് ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് തൃശ്ശൂരിൽ മാത്രമല്ല, എല്ലാ ജില്ലകളിലും ഇത്തരം കള്ളപ്പണങ്ങളുണ്ട്. ഏറ്റവും പ്രമാദ സഹകരണ കൊള്ളയാണ് പുൽപ്പള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ആ അഴിമതിയിൽ കോൺഗ്രസും പങ്കാളിയാണ്. കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറി അടക്കം ജയിലിൽ. അപ്പോൾ ഇത് കാണിക്കുന്നത് കേരളത്തിലുടനീളം LDF-ഉം UDF-ഉം തമ്മിലുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ കള്ളപ്പണ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ വ്യാപകമായിട്ട് ഇത് മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കും. അഴിമതിക്കെതിരായിട്ടുള്ള വലിയൊരു നിലപാട് കൽപ്പറ്റയിൽ നിന്ന് റോഡ് ഷോ ആയി കലക്ടറേറ്റിൽ പോയി നാമനിർദ്ദേശ പത്രിക നൽകണമെന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അല്ല, വയനാട് ജില്ലയിൽ മറ്റ് യോഗങ്ങളില്ല, ഒരു പരിപാടി. അതാ ഞാൻ ചോദിച്ചല്ലോ, ഞാനിപ്പോ ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. കേരളത്തിലും ആ നിലപാടുണ്ടോ? VD സതീശനും അതുപോലെ തന്നെ സുധാകരനുമൊക്കെ ആ നിലപാട് കേരളത്തിലുണ്ടോ? പിണറായി വിജയനെതിരായി നടക്കുന്ന അന്വേഷണം, പിണറായി വിജയനും മകൾക്കും എതിരായി നടക്കുന്ന അന്വേഷണം ഈ വേട്ടയാടലിന്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്ന് അവരാണ് പറയേണ്ടത്. പിണറായി വിജയനും വീണ നടക്കുന്ന അന്വേഷണം, ED അന്വേഷണം രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ള കാര്യം VD സതീശനും രാഹുൽ ഗാന്ധിയും സുധാകരനും വ്യക്തമാക്കിയ പ്രശ്നം തീർന്നല്ലോ. അവിടെയൊക്കെ വേട്ടയും ഇവിടെയൊക്കെ പറയുന്ന ഒരു ഇരട്ടത്താക്കുന്നത്. ദില്ലിയിലായാലും അത് വേട്ട, കേരളത്തിലാണെങ്കിൽ പെട്ടെന്ന് പിടിക്കണം എന്നാണ് പറയുന്നത്. ഈ തട്ടിപ്പ് ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കും.